വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. എല്ലായിടത്തും വലിയ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ പൊളിറ്റിക്കൽ സ്റ്റോറി നോക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ആദ്യമായിട്ടല്ല ഒരു ഫിലിം സ്റ്റാർ മുഖ്യമന്ത്രി ആവുന്നത്. നമുക്ക് ഓൾറെഡി MGR, NT രാമറാവു, ജയലളിതയുടെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. എന്നാൽ സിനിമയിൽ നിന്നിട്ടുള്ള ആൾക്കാർ വലിയ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ള കഥകൾ, അതായത് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ രസകരമായിരിക്കും. അതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് യുക്രൈനിലെ പ്രസിഡൻ്റായ സെലൻസ്കിയാണ്. റഷ്യ യുക്രൈൻ വാർ വന്നതിന് ശേഷം സെലൻസ്കി വളരെ പോപ്പുലറാണ്. ശരിക്കും സെലൻസ്കി യുക്രൈനിലെ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു. അവിടുത്തെ സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിരുന്നു. അവിടെ ഒരു സീരീസിൽ അഭിനയിച്ചു, കുറേ സീരീസിൽ അഭിനയിച്ചു. ഒരു സീരീസിൽ അഭിനയിച്ചത് ഒരു ഹിസ്റ്ററി ടീച്ചറായിട്ട് അഭിനയിച്ചു. പിന്നീട് സീരീസിൽ പ്രസിഡൻ്റ് ആവുന്ന പോലെ ആ ഒരു കഥ വന്നു. ശരിക്കും അദ്ദേഹം അവിടെ പ്രസിഡൻ്റ് ആവുകയും ചെയ്തു. അത് ഒരു വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നോക്കുമ്പോൾ റൊണാൾഡ് റീഗൻ അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം 1930 തുടക്കത്തിൽ വലിയൊരു ഫേമസ് ഹോളിവുഡ് ആക്ടറായിരുന്നു. ഏകദേശം 53ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഗവർണറായതും പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയതും. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ജോസഫ് എസ്ട്രാഡ, ഫിലിപ്പീൻസിലെ ഫേമസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി. ദ കിങ് മേക്കർ ഓഫ് ഫിലിപ്പീൻ സിനിമ, ദി ആക്ഷൻ കിങ് ഓഫ് ഫിലിപ്പീൻ സിനിമ. അവിടുത്തെ മെയിൻ ആക്ഷൻ സിനിമകൾ അഭിനയിക്കുന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു ജോസഫ് എസ്ട്രാഡ. ആക്ഷൻ കിങ് എന്ന് പറഞ്ഞാൽ 100ഓളം സിനിമയിൽ അവിടുത്തെ ഫേമസ് ആക്ഷൻ രംഗങ്ങൾ അഭിനയിച്ച വ്യക്തി പിന്നീട് ഫിലിപ്പീൻസിൻ്റെ പ്രസിഡൻ്റായി മാറി. എത്ര പേര് ഗ്വാട്ടേമാല എന്ന് പറഞ്ഞൊരു കൺട്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഗ്വാട്ടേമാലയിലും ഒരു ഫേമസ് കോമഡിയൻ ഉണ്ടായിരുന്നു, ജിമ്മി മൊറാലസ്. അദ്ദേഹം 15ഓളം വർഷം സിനിമയിൽ അഭിനയിച്ചു. വളരെ ഫണ്ണി ക്യാരക്ടേഴ്സ്, കൗബോയ് ക്യാരക്ടേഴ്സ്, ആനിമേഷൻ, വളരെ രസകരമായിട്ടുള്ള കോമിക് ക്യാരക്ടേഴ്സ് അഭിനയിച്ച വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഗ്വാട്ടേമാലയുടെ പ്രസിഡൻ്റായി മാറി. ഇനി അടുത്തത് സ്ലൊവേനിയ എന്ന് പറയുന്ന രാജ്യം. സ്ലൊവേനിയയിലും ഒരു ഫേമസ് ആയിട്ടുള്ള മറിയാൻ ഷാരറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സാറ്റാറിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു സീരിയസ് ആക്ടർ, മ്യൂസീഷ്യൻ, കോമഡിയൻ, എല്ലാ ക്യാരക്ടേഴ്സും അഭിനയിക്കുന്ന ഒരു വേഴ്സറ്റൈൽ ആക്ടറായിരുന്നു മറിയാൻ ഷാരറ്റ്സ്. അദ്ദേഹം പിന്നീട് സ്ലൊവേനിയയിലെ പ്രൈം മിനിസ്റ്ററായി മാറി. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും സിനിമാക്കാർ ആദ്യമായിട്ടല്ല പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഈവൻ മേയറും ചീഫ് മിനിസ്റ്റർ ആവുന്നെന്നുള്ളൊരു എക്സാമ്പിൾ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലായി.